നിത്യവാസമെന്നും ഈശനോടൊത്ത് നീതി സൂര്യശോഭയണി. പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു ഗുരുവിന്റെ അടുക്കൽ ഒരു യുവാവ് കടന്നു വന്നിട്ട് പറഞ്ഞു, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഒത്തിരി പേരെ അനാവശ്യമായി വേദനിപ്പിച്ചിട്ടുണ്ട്, ഒട്ടേറെ പേരോട് കയർത്തിട്ടുണ്ട്, ആദരിക്കേണ്ടവരെ ആദരിക്കാനും ബഹുമാനിക്കാനും ഇതുവരെ സാധിച്ചിട്ടില്ല. അനിഷ്ടമായത് ധാരാളമായി ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ തെറ്റുകളിൽ നിന്ന് എനിക്ക് വിമുക്തി ലഭിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് ഉപദേശിക്കുന്നത് എന്ന് ചോദിച്ചു. ജ്ഞാനിയായ ആ ഗുരുശ്രേഷ്ഠൻ യുവാവിനോട് പറഞ്ഞു, ആദ്യമായി നീ ചെയ്യേണ്ടത് നിന്റെ ജീവിതത്തിൽ വന്നുപോയി എന്ന് നിന്റെ മനസാക്ഷി നിന്നോട് പറയുന്ന തെറ്റുകളെ നീ ദൈവത്തോട് ഏറ്റുപറയണം. കാരണം എല്ലാ തിന്മകളും ദൈവത്തിന് എതിരാണ്. നന്മ മാത്രമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ലോകത്തെ ഏറ്റവും നല്ലതായിട്ടാണ് ദൈവം കാണുന്നതും വിലയിരുത്തുന്നതും. അതുകൊണ്ട് ദൈവസ്നേഹത്തിൽ നന്മ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹകരമായിട്ട് തീരുക. അതുകൊണ്ട് നിന്റെ തെറ്റുകളെ നീ ദൈവത്തോട് ഏറ്റുപറയാനായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്, നീ ആരോടാണോ തെറ്റ് ചെയ്തത് അവരോട് നിരുപാധികം ക്ഷമ ചോദിക്കാനായിട്ട് സാധിക്കണം. അവരടുക്കൽ കടന്നു ചെന്ന് നീ ചെയ്ത തെറ്റിനെ ക്ഷമിക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുക. കാരണം നിന്റെ സഹോദരനോട് രമ്യമാകാതെ ദൈവവുമായി ഒരു അനുരഞ്ജനത്തിന് നിനക്ക് സാധിക്കില്ല. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകളെ നീ തെറ്റ് ചെയ്ത ആളുടെ അടുക്കൽ ചെന്ന് മാപ്പ് ചോദിച്ച് ദൈവത്തോട് നിരപ്പാകണം, അവനോടും നിരപ്പാകണം. മൂന്നാമതായി, നീ ഒരു തെറ്റുകാരനാണെന്ന്, നിന്റെ ജീവിതത്തിൽ തെറ്റു വന്ന് പോയിട്ടുണ്ടെന്ന് തിരിച്ചറിയുക, ഹൃദയപൂർവം അനുതപിക്കുക. നിന്റെ പശ്ചാത്താപത്തിലൂടെ നിന്റെ ജീവിതത്തിൽ ഒരു ശൈലി മാറ്റം സംജാതമായി തീരണം. തിന്മയുടെ ഭാഗത്ത് നിന്ന് മാറി നന്മയുടെ നല്ല മാതൃകയായി തീരുവാൻ നിന്നിൽ തന്നെ ഒരു രൂപാന്തരീകരണം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ദൈവത്തോടും നിന്റെ സഹോദരനോടും നിന്നോട് തന്നെയും നീ രമ്യപ്പെടുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ നിന്ന് തെറ്റുകളെ നിഷ്കാസനം ചെയ്യാൻ നിനക്ക് സാധിക്കുകയുള്ളൂ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ബലഹീനതകളും ദുർബലതകളും ഒക്കെ ഉണ്ടാകാം. എന്നാൽ അവയെ പരിഹരിച്ച് രമ്യതയുടെ അനുഭവത്തിൽ, നിരപ്പിന്റെ അനുഭവത്തിൽ, സമാധാനത്തിന്റെ അനുഭവത്തിൽ, ക്ഷമയുടെ വലിയ ആശ്വാസത്തിൽ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരുക. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരമസുധാനിൻ വചനമെൻ പരിചിൽ നിറയും നിൻ മുഖശോഭ ചാവിനായി നീ നൊന്തുവ ക്രൂശിൽ ചീന്തിച്ചോരയൂറ്റിയൻ വാഴ്വിനായി ചാവിനായി നീ നൊന്തുവ ക്രൂശിൽ ചീന്തിച്ചോരയൂറ്റിയൻ വാഴ്വിനായി
കുരിശിൽ നിണമൊഴുക്കി ക്രിസ്തുനാമ കീർത്തനം സദാ ആ, ആ, ആ